കുറച്ച് ദിവസം എല്ലാവരുടെയും ഒരു കലകലപ്പും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ എല്ലാവരും പോയി, വീണ്ടും നമ്മൾ പഴയ പോലെ തനിച്ചായി. അപ്പോൾ ആദ്യം മമ്മി വന്നു, ശാലി വന്നു, അമ്മ വന്നു, എല്ലാവരും ഇങ്ങനെ പിന്നെ ഓരോരുത്തരായിട്ട് പൊഴിഞ്ഞു പോവുകയും ചെയ്തു. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ജോലിയൊക്കെ ഒതുക്കിയായിരുന്നു. കുഞ്ഞിന് പോകേണ്ട ദിവസമായിരുന്നല്ലോ. അങ്ങനെ പിന്നെ ആളെയും പറഞ്ഞൊക്കെ വിട്ടിട്ട് പാത്രമൊന്നും കഴുകിയില്ല, അങ്ങനെയും വിട്ടേക്കുമായിരുന്നു. കുറേ നേരം നിൽക്കാൻ പറ്റത്തില്ല, രാവിലത്തെ കാപ്പിക്കും ചോറിനും ഒക്കെ ആക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് നേരം നിൽക്കുമല്ലോ. അതുകൊണ്ട് പിന്നെ കുറേ നേരം കൂടെ നിന്ന് ഇനി പ്രശ്നമാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പോയും കിടന്നു. ഇവിടെ മാത്രം ഇടയ്ക്ക് വന്നിട്ട് ഉച്ചയ്ക്ക് വന്നിട്ട് ഈ അടുപ്പിൻ്റെ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി ആക്കിയിട്ട് പാത്രങ്ങളിൽ വെള്ളം ഒഴിച്ച് മാത്രം ഇട്ടിരുന്നു കേട്ടോ. അടുപ്പിൻ്റെ പുറം മാത്രം ഒന്ന് വൃത്തിയാക്കിയിട്ട് അങ്ങ് പോയി കിടന്നു. പിന്നെ ഈ ഒരു കെട്ട് കെട്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാകെയെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളെന്ന് പറഞ്ഞായിരുന്നു എഴുന്നേറ്റ് നടക്കുമ്പോഴേ എനിക്ക് കുറേ നേരം നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇങ്ങനൊരു കെട്ടണം, കെട്ടിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കുറേ നേരം എന്തെങ്കിലും നിൽക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഇങ്ങനെ കെട്ടി എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്തോ കുഴപ്പമില്ല. അപ്പോൾ നമുക്കൊരു ബലം പോലെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു കെട്ട്, അതുകൊണ്ട് ഞാൻ കെട്ടിയിട്ട് പിന്നെ അങ്ങ് ജോലി തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ പാത്രങ്ങളുണ്ട് കേട്ടോ കഴുകാനും വേണ്ടിയിട്ട്. 2-3 വട്ടമായിട്ട് കഴുകാമെന്ന് വിചാരിച്ചേ, പിന്നെ അങ്ങ് ഒരു ബുദ്ധിമുട്ട് പോലെ ആയതുകൊണ്ട് പിന്നെ ഞാനങ്ങ് കഴുകിയില്ല. പിന്നെ ഒരു മടിയുണ്ടായിരുന്നു. പിന്നെ ഒരുമിച്ച് വന്നിട്ട് വൈകുന്നേരം ഇട്ട് കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഒരു 2:30-3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് കഴുകി സോപ്പിട്ടപ്പോഴേ ഈ പാത്രങ്ങൾ എടുത്ത് വെക്കാൻ ഞാനങ്ങ് വിട്ടുപോയി. അങ്ങനെ പിന്നെ അതൊക്കെ ഉണങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു പാത്രങ്ങൾ. പിന്നെ ഈ ഒരു പാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മ ഇപ്പം വന്നപ്പം കൊണ്ടുവന്നതാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പാത്രമാണ്, നല്ല രസമുണ്ട്. അങ്ങനെ പിന്നെ പാത്രങ്ങളെല്ലാം ഒന്ന് പറക്കിയെല്ലാം വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തോട്ട് കഴുകിയ പാത്രങ്ങളെല്ലാം കഴുകി അങ്ങോട്ട് വെച്ചു. ഈ ഒരു പാത്രം കഴുകി വെക്കുന്ന സ്റ്റാൻഡേ ഫുൾ അഴുക്ക് കയറി ഇരിക്കുമായിരുന്നു. കാരണം എനിക്ക് കഴുകാൻ പറ്റുന്നില്ല. കുറേ നേരം നിന്ന് തേച്ചാലേ അത് കഴുകാൻ പറ്റത്തുള്ളൂ. അന്ന് മമ്മി വന്ന് എല്ലാം തേച്ച് വൃത്തിയൊക്കെ ആക്കി നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അന്നേരം അമ്മ എന്നോട് പറയുമായിരുന്നു ഇതുകൂട്ട് അതിനകത്ത് എന്തൊരു അഴുക്കായിരുന്നു എന്നുള്ള രീതിയിൽ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് കുഞ്ഞിനെ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു ഞാൻ കഴുകി തരാമെന്ന്. പക്ഷേ ആൾക്ക് ഒത്തിരി നേരം നിൽക്കുമ്പോൾ കാലിന് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, കഴുകണ്ട, ഇനി എപ്പോഴാന്ന് വെച്ചാൽ എനിക്ക് വയ്യായികയൊക്കെ മാറിയതിന് ശേഷം കഴുകാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. എന്തായാലും മമ്മി വന്നതോടെ എനിക്ക് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായി എന്ന് വേണം പറയാൻ. കുറേ എന്തൊക്കെ ഇതായിട്ട് ഇവിടെ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയല്ലായിരുന്നോ. മുറ്റം ആയാലും വീടായാലും ഒക്കെ വന്ന് എല്ലാം വൃത്തിയൊക്കെ ആക്കി എല്ലാം വെച്ചുകൊണ്ട് ഇനി നമ്മൾ അത് ഒന്ന് നേരെയാക്കി അങ്ങ് പോയാൽ മാത്രം മതി. അങ്ങനെയൊക്കെ എന്തായാലും ഇപ്പം പതിയെ ഞാൻ ഇനി ഓരോന്ന് ചെയ്ത് തുടങ്ങിയാലേ പറ്റത്തുള്ളൂ. കാരണം കുഞ്ഞിന് അധികം നേരം നിൽക്കാനൊന്നും പറ്റത്തില്ല. ആളെന്തെങ്കിലും ചെയ്തു തരാമെന്ന് ആളുടെ മനസ്സിലുണ്ടായാലും പക്ഷേ ആളുടെ ശരീരം അതിനെ അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി പതുക്കെ കൊണ്ട് ഓരോന്ന് അങ്ങ് ചെയ്യാം. അല്ലാതെ നമ്മളിങ്ങനെ കിടന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇത് മാറുമോ, ഇതോടെ അങ്ങ് മാറിയാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. പിന്നെ കുറേ പേര് ചോദിച്ചായിരുന്നു ഇപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ പറഞ്ഞതെന്ന്. ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി നമുക്ക് പോകണ്ട. അതായത് അവർ നമുക്കിനി ഒരു ഡേറ്റും തന്നിട്ടില്ല. നമുക്കൊരു വേദന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് ചോദിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടോ. ഒരു 3 ആഴ്ചയാണ് അവരൊരു കണക്ക് പറയുന്നത്. 3 ആഴ്ച നമുക്ക് ചെന്നിട്ട് അവരൊന്ന് ആ ഡിസ്കൊക്കെ പിടിച്ചിട്ട് തരും. പിടിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ അതനുസരിച്ചിട്ടൊക്കെ റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ അവർ കുറേ എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ചെയ്യണം. അത് രാവിലെയും വൈകിട്ടും ഉണ്ട് കേട്ടോ. അത് ചെയ്യണം. പിന്നെ എനിക്കൊരു 10 മിനിറ്റോളം നടക്കാൻ പറഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റ് അങ്ങോട്ടും 10 മിനിറ്റ് ഇങ്ങോട്ടും നടക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ് കൂടുതൽ നടക്കണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോകുക. അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ചെയ്തിട്ടും കുറവില്ല, പിന്നെയും വേദന ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ വേറെ പ്രശ്നമില്ല, പേടിക്കണ്ട എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇതോടെ അങ്ങ് മാറണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. കാരണം ഇനിയും ഇതിൻ്റെ പിറകെ നടക്കാൻ വയ്യ. കുറേ ഹോസ്പിറ്റലിൽ ഈ ഒരു നടുവേദനയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ഇനിയെങ്കിലും അതങ്ങ് മാറി പോകണേ എന്നങ്ങ് പ്രാർത്ഥിക്കുകയാണ്. ഇനി എനിക്ക് ഈ ഒരു ഹോസ്പിറ്റലിലോട്ടായാലും ഇനിയും ചെല്ലേണ്ട അവസ്ഥ വരല്ലേ എന്നങ്ങ് പ്രാർത്ഥിക്കുകയാണ്. ഇതോടെ മാറി കിട്ടിയ അത്രയും സന്തോഷം. കാരണം അത്രത്തോളം വേദന സഹിച്ചാണ് ഞാൻ നടന്നത്. എനിക്ക് ഒട്ടും പറ്റാത്ത അവസ്ഥയിൽ പോലും ഞാൻ ഹോസ്പിറ്റലൊന്നും പോകാതെ എങ്ങനെയൊക്കെയോ അങ്ങ് തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോകുമായിരുന്നു. ഇപ്പോൾ ഒട്ടും പറ്റുന്നില്ല, വീണ് പോകുന്നൊരവസ്ഥയിലാണ് പിന്നെ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയത്. അപ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. അപ്പോൾ ഇപ്പോഴും ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ കിടപ്പിലായി പോയേനെ എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും സമയത്തിന് പോയി ചെയ്തു. ഇനി കൂടുതലായിട്ട് ഒന്നും വരാതിരിക്കട്ടെ എന്നങ്ങ് വിചാരിക്കുകയാണ്. അങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് തൂത്തുവാരി. അന്ന് ശാല് പോകുന്നതിന് മുന്നായിട്ട് തൂത്തിട്ട് പോയതാട്ടോ. പിന്നെ അവിടെ അകമൊന്നും വൃത്തിയാക്കിയതൊന്നും ഇല്ലായിരുന്നു ഞാൻ. അങ്ങനെ ആകെ പൊടി കയറുന്നുണ്ട്. പൊടി കയറുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇവിടെ നമുക്ക് റോഡ് സൈഡ് ആയതുകൊണ്ട് പൊടി എപ്പോഴും അടിച്ച് കയറിക്കൊണ്ടേയിരിക്കും.
അപ്പോൾ നമ്മൾ തൂക്കുകയും വരെയൊന്നും ചെയ്തില്ലെങ്കിൽ പൊടി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വരും. അന്നേരത്തേക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പൊടി അടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാട്ടോ, എനിക്ക് ശ്വാസം മുട്ടൽ പോലെയൊക്കെ ചിലപ്പം വരും. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും അങ്ങ് അടിച്ച് വൃത്തിയാക്കി ഇടാം, നമ്മളിങ്ങനെ കിടന്നാലും പിന്നെ അടുത്ത അസുഖങ്ങളും കൂടെ വരുത്തി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അധികം നേരം ഞാൻ കുനിയൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല, കാരണം സൂക്ഷിക്കണം എന്നുള്ള രീതിയിലാട്ടോ പറഞ്ഞേക്കുന്നത്. ഇതൊന്നും സെറ്റായി വരാൻ കുറേ സമയം എടുക്കും. അപ്പോൾ പിടിച്ചിട്ടു എന്നാലും അതൊന്ന് നേരെ ആയി വരുമ്പോൾ നമുക്ക് സമയം എടുക്കുമെന്നുള്ള രീതിയിലാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് കുനിയും നുമ്പുരിയൊന്നും ചെയ്യുന്നില്ല. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്തെങ്കിലും താഴ്ന്ന് എടുക്കണമെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ടൊക്കെയാണ് ഞാൻ എടുക്കുന്നത്. അല്ലാത്തത് കാലൊക്കെ വെച്ചിട്ടാട്ടോ എടുക്കുന്നത്. കാല് വെച്ച് എടുക്കുന്ന കണ്ടിട്ട് ആരും എനിക്ക് അഹങ്കാരിയാണ് എന്നൊന്നും വിചാരിക്കേണ്ട, കാരണം നമുക്കുടെ അവസ്ഥ നമുക്കല്ലേ അറിയത്തുള്ളൂ. ഇനിയും പോയി ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാൻ വയ്യ. അതുകൊണ്ട് നമ്മളുടെ ശരീരം നമ്മൾ തന്നെ നോക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ അങ്ങ് പോകട്ടെ എന്നുള്ള രീതിയിൽ. അങ്ങനെ ചൂല് മേടിച്ചേട്ടോ ഞാൻ. മറ്റേ ചൂലെടുത്ത് കളഞ്ഞു. എല്ലാവരും എന്നെ വഴക്ക് കുറച്ചില്ലായിരുന്നു, ഇതിട്ട് തൂത്ത് എനിക്കിങ്ങനെ ആയെന്നൊക്കെ ഉള്ള രീതിയിൽ. ശരിക്കും ചിലപ്പോൾ അതായിരിക്കാം, കുഞ്ഞിതായ കേട്ടോ, എൻ്റെ കൈയുടെ നീളം പോലും ഇല്ലാണ്ടായി ആ ചൂല്. ഞാൻ പുതിയതൊരെണ്ണം മേടിക്കണമെന്നും പറഞ്ഞ് ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഈ ഒരു ചൂല് കണ്ടത്, നിന്നിട്ട് തൂക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് മേടിച്ചു. ഇത് പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ സാധനത്തിന്. തൂക്കുമ്പോൾ കൈ അങ്ങ് കിഴയ്ക്കുന്നു. നമ്മൾ ഇത് വെച്ച് ഇങ്ങനെ തൂക്കാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇനി അങ്ങ് ശീലമാകുമായിരിക്കും. എന്നാലും ഞാൻ ഒരുപാട് നേരം നിന്ന് തൂക്കുന്നില്ല. ഈ കൈക്ക് നല്ല വേദനയുണ്ട് കേട്ടോ. ഇപ്പം കുറേ ഇങ്ങനെ കിടന്നിട്ടൊക്കെ അല്ലേ, ഇങ്ങനെ ഫുൾ ടൈം കിടക്കുകയാണ്. അതിലൂടെ എനിക്ക് ഫോണൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് മുകളിലോട്ടൊക്കെ നിന്നിട്ട് ഓരോരുത്തർക്ക് കമൻറ്റിന് ഞാൻ റിപ്ലൈ ഒക്കെ തരുന്നത്. കുറേ പേര് ചോദിക്കുന്നുണ്ട് റെസ്റ്റ് അല്ലേ, അന്നേരം കമൻറ്റിന് റിപ്ലൈ എങ്കിലും തന്നൂടെ എന്നൊക്കെയുള്ള രീതിയിൽ. കിടന്നിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ കൈ ഉയർത്തി പിടിച്ചല്ലേ ചെയ്യുന്നത്. എനിക്ക് തോളത്ത് ഭയങ്കര കിഴച്ചിട്ടങ്ങ് നല്ല വേദന. ഞാൻ എന്നും മരുന്നിട്ടായിരിക്കുന്നത്. അതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ കമൻറ്റ്സിന് റിപ്ലൈ തരാൻ വൈകുന്നത് കേട്ടോ. അങ്ങനെ അവിടേക്ക് ഒന്ന് തൂത്ത് വൃത്തിയൊക്കെ ആക്കിയിട്ട് പിന്നെ നേരെ പോയി കിടന്നു. കാരണം കുറേ നേരം നമ്മൾ നിന്നല്ലോ, അതുകൊണ്ട് പിന്നെ കുറേ നേരം കിടന്നിട്ട് ഒരു 5:30 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാനിന്ന് നടക്കാൻ പോകാൻ ഇറങ്ങിയതാണ്. ഇന്ന് രാവിലെ പോയിട്ടില്ല, ഇന്ന് വൈകിട്ടായിട്ടോ പോകുന്നത്. അതുകൊണ്ട് ഞാനിന്ന് നടക്കാൻ ഇറങ്ങിയപ്പം പേഴ്സും ഒരു കുഞ്ഞു കവറും എടുത്തിട്ടുണ്ട്. ഞാനിന്ന് ചന്തയുടെ അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്, അതായത് 3-ാം കുറ്റിയിലോട്ട്. എവിടെ വരെ 10 മിനിറ്റ് എത്തുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് തിരിച്ച് വരാം. അതല്ല ചന്തയിൽ ചെല്ലുന്നവരെ ഉണ്ടെങ്കിൽ അവിടെ പോയി ചന്തയിൽ കയറിയിട്ട് മീൻ എന്തെങ്കിലും മേടിച്ചിട്ട് തിരിച്ച് വരാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോഴത്തേക്ക് 10 മിനിറ്റ് പോലും ആയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ചന്തയിൽ കയറി മീനൊക്കെ മേടിച്ച്. മീനൊക്കെ കുറവായിരുന്നു. ഇപ്പം ഈ ഒരു ദുഃഖവെള്ളിയൊക്കെ ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം മീൻ കുറവായിരുന്നു. ഒന്നര ചേട്ടൻ പറയായിരുന്നു മീൻ കുറവാ, എന്നാലും കുഴപ്പമില്ല അങ്ങ് മേടിക്കാം, എന്തെങ്കിലും കറി വെക്കണമല്ലോ. പിന്നെ മീനും മേടിച്ചു, പിന്നെ ചീരയും മുരിങ്ങയ്ക്കയും ഒക്കെ മേടിച്ചു കേട്ടോ. ഈ ചീരയും മുരിങ്ങയില അങ്ങനെയൊക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ കുഞ്ഞൻ തിരിച്ചാണ്, ആൾക്ക് ഇലക്കറികളൊന്നും അങ്ങനെ അത്ര ഇഷ്ടമല്ല. പക്ഷേ ചുമന്ന ചീരയാണെങ്കിൽ കഴിക്കും. അത് അവിയലിനകത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിയലൊക്കെ നന്നായിട്ട് കഴിക്കും. അല്ല തോരൻ വെക്കുമ്പോൾ ആൾക്ക് അത്ര ഇഷ്ടമൊന്നും അല്ല. പക്ഷേ എനിക്ക് ഇലക്കറികളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാം തോരൻ വെച്ചാൽ കഴിക്കും. എനിക്ക് പയറിൻ്റെ ഇലയും മത്തയുടെ ഇലയൊക്കെ എനിക്കത് കഴിക്കാനങ്ങ് കൊതിയാവുകയാണ്. ഇവിടെയൊന്നും നമുക്കിപ്പോൾ കിട്ടാനൊന്നും ഇല്ലല്ലോ. വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് അമ്മ അവിടെ നിന്നൊക്കെ പറിച്ച് ഇങ്ങനെ കൊണ്ടുവരും. ഭയങ്കര ഇഷ്ടമാണ് എനിക്കത്. തോരൻ വെച്ച് കഴിക്കാൻ ഇപ്പോൾ ഒരു കൊതിയുണ്ട്. അങ്ങനെ വീട്ടിൽ വന്നിട്ട് പിന്നെ മുട്ടയൊക്കെ പറക്കി വെക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് നനഞ്ഞിരിക്കുന്നു. ഞാൻ വിചാരിച്ചു ചീരയുടെ ആ ഒരു വെള്ളത്തിൻ്റെ നനവ് കൊണ്ടെങ്ങാനും നനഞ്ഞതാണെന്ന്. പക്ഷേ 3 മുട്ട പൊട്ടിപ്പോയി. എങ്ങനെ പൊട്ടിയെന്ന് അറിയാൻ വയ്യ. ഒരിടത്ത് താഴോട്ട് വെച്ചതും ഇല്ല, ഒരിടത്ത് തട്ടിയതുമില്ല. പക്ഷേ അതെങ്ങനെ പൊട്ടിയെന്ന് എനിക്കറിയാൻ വയ്യ. ബാക്കിയെല്ലാം പിന്നെ ഞാൻ അതിനകത്ത് എന്തായാലും ഒരുപാട് പൊട്ടിയതേ ഉള്ളൂ, പോയിട്ടില്ല. ഒരെണ്ണം മാത്രം ചെറുതായിട്ട് അതിനകത്തുനിന്ന് പിന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ബാക്കിയൊക്കെ ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കി ചീരയൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. മീനും അതേപോലെ ഒരു പാത്രത്തിലൊക്കെ ആക്കി അതിനകത്ത് നിന്ന് മറ്റേ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാട്ടോ വെക്കുന്നത്. അതാകുമ്പം മീൻ അധികം കേടാകാതെ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് വെക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് പുറത്ത് വെച്ചിട്ട് പിന്നെ എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് കഴുകി എടുക്കാം. അതാകുമ്പോൾ ഇല്ലെങ്കിൽ ഉണക്കമീൻ്റെ ചുവ പോലെ ആവും, അതിൻ്റെ ആ ഒരു ഈർപ്പമൊക്കെ നഷ്ടപ്പെട്ട്. അതുകൊണ്ട് അങ്ങനെ കൊണ്ട് വെച്ചു. പിന്നെ നമ്മളോട് ഹായ് പറയാൻ കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരുടെ പേര് ഈ ഒരു വീഡിയോയിൽ പറയാം. ജീവ ജെയ്സൺ, അക്കു കുഞ്ഞു, ഷേർലി റോബർട്ടിൻ്റെ മക്കളായ കുഞ്ചുവിനും, സുചിത്ര വിനീത്, ഷെമീന നിയാസിൻ്റെ മകളായ നഫിയ, സിബി സക്രയുടെ മകനായ ജിനു, അഞ്ജന, അശക, മഞ്ജു ഉണ്ണി, ഒരു 4-5 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ധന്യ, ശ്രീകാന്ത്, അമ്പാടി, ദേവിക എന്നിവരുടെ പേരായിട്ട് പറഞ്ഞത്. പിന്നെ സുനിത കെ സുരേന്ദ്രൻ, റസീന, സുധീറിൻ്റെ മകളായ അഫ്രീൻ ഫാത്തിമ എന്നിവർക്കാട്ടോ പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഒരു ഹായ് ഉണ്ട്. പിന്നെ ആ കുഞ്ഞു മക്കൾക്കൊക്കെ നമ്മുടെ ഒരു ചക്കര ഉമ്മയുണ്ട് കേട്ടോ.
പിന്നെ ഇതാ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് കുഞ്ഞൻ വന്നു. ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വന്നിട്ട് എല്ലാം പറക്കി വെച്ചിട്ട് ഞാൻ പിന്നെ പോയി കിടന്നു. അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞൻ വന്നപ്പോഴാട്ടോ എഴുന്നേറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നിട്ട് കോഫി ഉണ്ടാക്കി. കോഫിയുടെ കൂടെ ഇന്ന് കഴിക്കാൻ വല്ല സ്നാക്സും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. അതുകൊണ്ട് നമ്മളിന്ന് കോഫി മാത്രമേ കുടിക്കുന്നുള്ളൂ. പിന്നെ ഇന്ന് രാത്രിയിലത്തേക്കും ഒന്നും ഉണ്ടാക്കുന്നില്ല. നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കഴിച്ചാൽ മാത്രം മതി എന്നങ്ങ് പറയുമായിരുന്നു. പിന്നെ ഇതാ ഒഴിച്ചപ്പോൾ തന്നെ അവിടെ വീണു. ഇതാ കൈയോടെ അങ്ങ് തുടച്ച് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഇല്ലെങ്കിലേ അവിടെയൊക്കെ ഈ പാലൊക്കെ വീണ ഭയങ്കര സ്മെല്ലാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. അനുഭവമുള്ളവർക്ക് അറിയാം. എനിക്ക് ആ ഒരു സ്മെല്ല് പിടിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കൈയോടെ അങ്ങ് അവിടെ അങ്ങ് വൃത്തിയാക്കും. പിന്നെ ഇതാ അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ കോഫിയെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞൻ വന്ന് പിന്നെ എനിക്ക് കോഫി ഇട്ട പാത്രങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അത് ആളാട്ട പിന്നെ നമ്മളൊന്നൊരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാം. അടിപൊളി ഒരു കിടുക്കാച്ചി ഐറ്റമായിട്ട് ഞങ്ങൾ യാദൃച്ഛികമായിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ സംഭവം കിടുവായിരുന്നു. രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. ഒരു 2-3 സാധനം വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിനകത്തൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, അത് കഴിഞ്ഞ് ഈ പിസ്തായുടെ മിൽക്ക് ഷേക്കിൻ്റെ പൗഡറായിട്ടോ അത് നമ്മൾ 2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഈ ഒരു പാല് കട്ടയാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഷാർജ അടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതങ്ങനെ ഇതാ അതൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കുന്നുണ്ട്. ഷാർജ അടിക്കുന്ന പോലെയൊക്കെ തന്നെ അങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ആ ജാറിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും സംഭവങ്ങൾ മാത്രം മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയുടെ ജാറിനകത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നല്ല കട്ടിയായിട്ട് മറ്റേ ഐസ്ക്രീം എങ്ങനെ എടുക്കുന്നത് അതേപോലെ ആട്ടോ ഇരിക്കുന്നത്, നല്ല കട്ടിയായിട്ട്. പിന്നെ നമ്മളൊരു ബൗളല്ല ഗ്ലാസ്സിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഈ ഒരു പിസ്തയുടെ കളർ ഇതിനകത്ത് കറക്റ്റ് ആ ഒരു ഷെയ്ഡ് കിട്ടുന്നില്ല കേട്ടോ വീഡിയോയിൽ. പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് തന്നെ കിട്ടുന്നത്. നമ്മൾ ഐസ്ക്രീമൊക്കെ മേടിക്കുന്ന ആ ഒരു കളർ തന്നെയാണ്. പിന്നെ ഈ പിസ്തയുടെ ഫ്ലേവർ ഞങ്ങളുടെ ഈ ഒരു പൗഡർ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഇത് ചേർത്തത്. അല്ല സ്ട്രോബെറി ഇല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഐസ്ക്രീമിനകത്തൊക്കെ ചേർക്കുന്ന വേറെ ഐറ്റംസ് ഒക്കെ ഇല്ലേ, ഇതുകൊണ്ട് ബട്ടർ സ്കോച്ചിൻ്റെയോ അങ്ങനെ എന്തിൻ്റെയൊക്കെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറോ അത് എന്ത് ഫ്ലേവർ ഇതിനകത്ത് ഇട്ട് കൊടുത്താലും സെയിം ഇതേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇതിനകത്ത് കിട്ടും. നമുക്ക് അതേപോലെ കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് നട്ട്സോ ബദാമോ ഇല്ലെങ്കിൽ പിസ്തയോ അങ്ങനെയൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ക്രഷ് ചെയ്തിട്ട് ഇതിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അത് കടിക്കുകയും കൂടി ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മളൊന്നും ഇട്ട് കൊടുത്തില്ല. പക്ഷേ സംഭവം എന്തൊക്കെ പറഞ്ഞാലും കിടുക്കാച്ച ഒരു ഐറ്റം എന്ന് വേണം പറയാൻ. ഇതാരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. കാരണം അത്രയ്ക്ക് കിടു ഐറ്റമാണ്. നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട, നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് മാത്രമായിട്ട് ഉണ്ടാക്കിയേക്കുന്നത്. അങ്ങനെ സംഭവം ഞങ്ങൾ അതൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഈ തണ്ണിമത്തൻ ഇരിപ്പുണ്ടായിരുന്നു. അതും കട്ട് ചെയ്ത് 2-3 പീസ് കഴിച്ചതേ ഉള്ളൂ. പിന്നെ വേറെ ഒന്നും കഴിച്ചില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ കുറച്ച് പാത്രങ്ങൾ നമ്മൾ ഉണ്ടാക്കിയൊക്കെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി പറക്കിയൊക്കെ വെച്ചു. പിന്നെ ഇതാ ഈ ഒരു പാലിൻ്റെ കവർ ഇങ്ങനെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് എല്ലാം പറക്കിയൊക്കെ ഒരു കവറിനകത്താക്കിയൊക്കെ അടുക്കി പറക്കി വെച്ചു. കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പാലിൻ്റെ കവർ എന്തിനാണ് കഴുകി വെക്കുന്നത്. ഈ പാലിൻ്റെ കവർ കഴുകി വെച്ചാൽ നമ്മൾ കഴുകാതെ വെക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഭയങ്കര സ്മെല്ലും കാര്യങ്ങളാണ്. പിന്നെ പ്ലാസ്റ്റിക് എടുക്കാൻ ചേച്ചിമാർ വരുമല്ലോ, അവരുടെ കയ്യിൽ നമ്മൾ ഈ കവർ കൊടുത്ത് വിടുകയാണ്. നമ്മൾ അങ്ങനെ കത്തിച്ച് കളയാറൊന്നുമില്ല. അതുകൊണ്ട് അവർ വന്ന് എടുക്കുമ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ ഭയങ്കര വാടകയൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് കഴുകിയെല്ലാം വൃത്തിയാക്കി ഉണക്കിയൊക്കെ വെക്കുന്നത്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയൊക്കെ അടുത്ത വീഡിയോ കാണുന്നവരിക്കും ടാറ്റ ബൈ, സീ യു.